നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 597 597. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 597 94 സർഗം. അക്രൂരൻ്റെ ഗോകുലയാത്ര. വളരെ വലിയ ഒരു സർഗമാണത്. അപ്പം അതിൽ ഈ 35 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. പാറിപ്പറന്നുയർന്നിടും വിധം ആനന്ദമേൽക്കയാം ഋഷീശ്വരന്മാരണയുന്നതേ മാർഗത്തിലാണിതാ. ആരുടെ കാര്യമാണ് പറഞ്ഞത്? ആർക്കൊക്കെ ഈശ്വരഭക്തി ഉണ്ടോ അവരവർക്കൊക്കെ അപ്ലിക്കബിളാണ് ഈ ശ്ലോകം. ഋഷീശ്വരന്മാരണയും അതേ മാർഗത്തിലാണ് ഇതാ. ഇനി 36 നോക്കിക്കോളൂ. നടകൊള്ളുവതിതോർക്കുമ്പോൾ തന്നെ ഞാൻ കൃതകൃത്യനാം. നടകൊള്ളുവത് ഇത് ഓർക്കുമ്പോൾ തന്നെ ഞാൻ കൃതകൃത്യനാം. വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ഗോകുലത്തിലേക്ക് പോവാണല്ലോ, അങ്ങനെ പറയാം. ഗോകുലത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ പോയാൽ ആരെയെ കാണുക? കേശവനെ, അല്ലെങ്കിൽ ഈശ്വരനെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ. ഞാൻ കൃതകൃത്യനാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ മതി, കൃതകൃത്യനായി. പക്ഷെ അമ്പലത്തിൽ പോയാൽ നാട്ടുവർത്തമാനം പറയാതെ കൊണ്ട് ഈശ്വരൻ്റെ നാമങ്ങൾ ഉച്ചരിച്ച് നിഷ്കാമനായി കാപ്പറ്റ്യമില്ലാണ്ട് ഈശ്വര സേവ ചെയ്യുക. ഒന്നും ചോദിച്ച് വാങ്ങരുതെന്നാണ്. ചോദിച്ച് വാങ്ങിയാൽ അത് കാപ്പറ്റ്യാന്നാണ് പറയാം. അപ്പോൾ ഈശ്വരൻ എങ്ങനെ അറിയുക ചോദിച്ചാൽ, ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ഇരിക്കുമ്പോൾ ഈശ്വരൻ്റെ പ്രേരണ ഇല്ലാതെ കണ്ട് നമ്മൾക്ക് ഒരു കാര്യം ചിന്തിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ സദാസേവ്യ സദാ ചിന്ത ചെയ്യേണ്ടത് ഈശ്വരനെയാണ്. അപ്പോൾ മാർഗം തെളിയും. മാർഗം തെളിഞ്ഞാൽ ഉദ്ദേശശുദ്ധിയായി. അപ്പോൾ നടകൊള്ളുവത് ഇത് ഓർക്കുമ്പോൾ തന്നെ ഞാൻ കൃതകൃത്യനാം. കംസൻ എഴുമ്പെറും ഭൃത്യനായി തന്നെ കഴിഞ്ഞവൻ. കംസന് ഒരു ഭൃത്യനായിട്ട് ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഭഗവാനെ കാണാന്നുള്ളത്. കാരണം കംസനാരാ? ആസുരീയ ബുദ്ധിയുള്ളവനാണ്, രാക്ഷസീയ ബുദ്ധിയാണ്. അപ്പോൾ സ്വന്തം പെങ്ങളെ മുടി പിടിച്ച് വലിച്ച് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ആളാ അല്ലേ? അപ്പോൾ അടുത്ത ശ്ലോകം. ശ്രീകൃഷ്ണചരണാംബോജദാസനാം ഇന്നു തൊട്ടിനി ഈ ജന്മം ഈ മഹത്തായ ദർശനം ദേവദുർലഭം. ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ മുഴങ്ങണം. ശ്രീകൃഷ്ണചരണാംബോജദാസനാം ഇന്ന് തൊട്ടിനി. ഞാൻ 95 കർക്കിടക മാസം 2-ാം തീയതി മുതൽക്കാണ് തുടങ്ങിയത്. പ്രിസൈസായിട്ട് 95. അതുവരെ സേവ ചെയ്യും, അമ്പലത്തിൽ സേവ ചെയ്യും. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കൊരു പട്ടം തന്നത് അതായത് എനിക്ക് ഒരു അഭിമാനപൂർവ്വം എനിക്കൊരു പെറ്റ് നെയിം തന്നത് എൻ്റെ ഗുരുനാഥനാണ്, ഭാഗവത ഭക്തദാസൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ശ്രീകൃഷ്ണചരണാംബോജദാസനാം ഇന്ന് തൊട്ടു ഇനി ഈ ജന്മം ഈ മഹത്തായ ദർശനം ദേവദുർലഭം. ഈശ്വരനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ളതും ദുർലഭമാണ്. എല്ലാവരും പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ BOP ശ്രീകൃഷ്ണനെ പൂജിക്കുന്നുണ്ടാവും, പക്ഷെ ചിന്തിക്കുന്നുണ്ടാവില്ല. ചിന്തിച്ചാൽ അവർ ഇത് നിർത്തും, ഒരു ഒബ്ജക്റ്റായിട്ട് വയ്ക്കാം. അപ്പോൾ ചിന്തിച്ചാൽ അതിൻ്റെ ലാഭം അവരവർക്കാം. അപ്പോൾ കംസഭൃത്യന്നു സാധിച്ചതെന്തൊരത്ഭുത ലാഭമാം. അപ്പം ഇദ്ദേഹത്തിനൊരു സംശയം, കംസൻ്റെ ഭൃത്യനായിട്ട് എനിക്ക് എങ്ങനെയായി എന്താ പറയുക ഈ ഒരു ഭാഗ്യം ഉണ്ടായത് ഭഗവാനെ കാണാൻ? കംസ അപ്പം വെറുതെ അല്ല,
നാരദരാരാ? നാരദരും നാരായണനും ഒരു നാണയത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അപ്പം നാരദർ വന്ന് കംസനോട് പറഞ്ഞു, ഒരു ഭക്തനെ വേണം അയക്കാമെന്ന് പറഞ്ഞു. അതാരുടെ ആവശ്യം? ഭഗവാന്റെ ആവശ്യമാണ്. ഭഗവാന്റെ ആവശ്യമാണ് നാരദരുടെ ബുദ്ധി കൂടി പ്രവർത്തിച്ചത്. അത് ഇൻ ഡിറ്റോ കംസൻ നിറവേറ്റിയെന്ന് മാത്രം. അപ്പോൾ കംസഭൃത്യനു സാധിച്ചതെന്തൊരത്ഭുത ലാഭമാം, അരികിൽ തന്നെയാം നാഥനെന്നും മിന്നുവതെങ്കിലും. അല്ലേ? അതായത് അധികം ദൂരമൊന്നുമില്ല. ഇന്ന് കാലത്തോട് പുറപ്പെട്ട വൈകുന്നേരം വൃന്ദാവനത്തിലെത്തി. അരികിലാണ്. പക്ഷെ ഇതുവരെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായില്ല. 1000 തോതിൽ വിഘ്നങ്ങൾ അണിനിൽക്കുകയല്ലയോ. കേട്ടറിവുണ്ട്, ജ്ഞാനമുണ്ട്. പക്ഷെ എക്സിക്യൂട്ട് ചെയ്താൽ കംസൻ അറിഞ്ഞാൽ ബുദ്ധിമുട്ടായി. 1000 തോതിൽ വിഘ്നങ്ങൾ അണിനിൽക്കുകയല്ലയോ, അഖിലേശൻ അലിഞ്ഞീടിൽ എന്ത് അസാധ്യം ജഗത്ത്. മൈ ഗോഡ്, ഇത് ഞാൻ പഠിച്ച അപ്പം തന്നെ 2 വരി 2 വര 2 ഭാഗത്ത് തൊട്ടുണ്ട്. എന്താ? അഖിലേശൻ അലിഞ്ഞീടിൽ എന്ത് അസാധ്യം ജഗത്ത്. ഇതിൽ ഭഗവാന്റെ കൃപയുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. ജയ ജയ ശങ്കര ജയ ജയ ശങ്കര ജയ ജയ ശങ്കര ജയ ജയ ശങ്കര. അത് ശിവനും വിഷ്ണുവും വ്യത്യാസമില്ല, ശിവനും കൃഷ്ണനും വ്യത്യാസമില്ല എന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണം. ജയ 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 നാരായണ ജയ 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 നാരായണ ജയ. എന്താ നഷ്ടം? ഒന്ന് ട്രൈ ചെയ്തൂടെ? ആര് കേട്ടെന്താ? ബാൽക്കണിയിൽ നിന്നിട്ടോ, അവരവരുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ടോ, പൂമുഖത്തിരുന്നിട്ടോ, ഉലാത്തിക്കൊണ്ടോ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. അപ്പോൾ ഇങ്ങനെ വരാൻ തുടങ്ങി വിചാരിക്കുക, രക്ഷപ്പെട്ടു നമ്മൾ. അപ്പോൾ അഖിലേശൻ അലിഞ്ഞീടിൽ എന്ത് അസാധ്യം ജഗത്തിതിൽ, പാഴ്ചളിക്കൊണ്ടിൽ നിന്നേതോ പാൽ സമുദ്രത്തിലാവിധം. അതായത് കംസനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജീവിതം പാഴ്ചളിക്കുണ്ട്. അതിൽ നിന്ന് ഏതോ പാൽ സമുദ്രത്തിലാവിധം, ഏതോ ഒരു പാലാഴിയിൽ പള്ളുകൊള്ളുന്ന ഭഗവാനെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ അതാണ് ഭാവന. ചളിക്കുണ്ടിൽ നിന്ന് പാലാഴിയിലേക്ക്. അപ്പോൾ പാഴ്ചളിക്കുണ്ടിൽ നിന്നേതോ പാൽ സമുദ്രത്തിലാംവിധം പാരിച്ചൊരു അത്യത്ഭുതമാം പരമാനന്ദം ഏൽപ്പൂ ഞാൻ. പരമാനന്ദം അനുഭവിക്കുകയാണ്. സച്ചിദാനന്ദം, ചിന്മയാനന്ദം. അപ്പോൾ അത്രയൊന്നും മഹത്തായ പുണ്യം ചെയ്തില്ല എങ്കിലും, ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ, ഞാൻ അത്ര വലിയ പുണ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് തോന്നണത്. കേമന്മാരങ്ങനെ പറയുള്ളൂ, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയില്ല. അത്രയൊന്നും മഹത്തായ പുണ്യം ചെയ്തില്ല എങ്കിലും അസത്യം മുര ചെയ്തിട്ടില്ല. പിന്നെന്താ കൊണ്ട്? അസത്യം പറഞ്ഞിട്ടില്ല എന്നേ വരെ അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇതൊന്ന് സ്വീകരിക്കുക. ഏതേ, ഞാൻ ഇന്ന് മുതൽ അസത്യം പറയില്ല. പിന്നെ അസത്യം മുര ചെയ്തിട്ടില്ല, അറിയാറായ നാൾ മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽക്ക് അന്യന് ദുഃഖമുൾ പൂവിലുളവാമട്ടിൽ നിശ്ചയം. വേറെ ഒരുത്തൻ്റെ ഉപദ്രവം ഉണ്ടാവുന്ന കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. പാസ്സല്ല, ഡിസ്റ്റിങ്ഷനായി. വേറൊരാൾക്ക്, സഹജീവികൾക്ക് പാര വയ്ക്കാതെ കണ്ട് ജീവിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ മേന്മയുള്ള ഒരു പ്രതലം നമ്മുടെ ജീവിത സന്ധാരണത്തിലില്ല. ദോഷങ്ങൾ കുന്നുപോലെന്നിൽ തിങ്ങി നിൽക്കവയെ അന്യനിൽ കുറ്റവും കുറവും നോക്കി തന്നെ നാൾ പോക്കിയില്ല ഞാൻ. എന്താ പറഞ്ഞത്? ദോഷങ്ങൾ കുന്നുപോൽ എന്നിൽ തിങ്ങി നിൽക്കവേ, എനിക്ക് തന്നെ പല പോരായ്മയുണ്ട്. അങ്ങനെയുള്ള ഞാൻ
കുറ്റവും കുറവും നോക്കി തന്നെ അന്യനിൽ വേറൊരുത്തനിൽ കുറ്റവും കുറവും നോക്കി തന്നെ നാൾ പോക്കുകയില്ല ഞാൻ. അപ്പോൾ ഭഗവാന്റെ അടുത്തെത്തി. സർവേശ്വരൻ്റെ സംപ്രീതി പാത്രമാവാകിലേവനും സർവേശ്വരൻ്റെ സംപ്രീതി പാത്രമാവാകിലേവനും ആത്മപ്രശംസയ്ക്കിടം എന്ത് അതിനാലോതിയില്ല ഞാൻ ആത്മപ്രശംസ ചെയ്ത് ഞാൻ വലുതാന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നെ വരെ. ഭഗവാനാണ് വലുത്. എന്നോട് ചിലവർ ഗുണ്ടുപൊട്ടിക്കും. ഞാൻ സാറിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, എവിടെയെന്നാണ് ചോദിക്കും. എനിക്കെന്താ ചോദിച്ചാൽ അറിയണം. അതേമാതിരി ഗുണ്ട് പൊട്ടിക്കണവരെ നമ്മൾ അകറ്റി നിർത്തണം. എവിടുന്നാണ് കേട്ടണത്? നമുക്കറിയാം, ഏറെക്കുറെയൊക്കെ 99% നമ്മൾക്ക് മനസ്സിലാവും. മനസ്സിലായല്ലേ? അപ്പോൾ സർവേശ്വരൻ്റെ സംപ്രീതി പാത്രമാവാകിൽ ഏവനും ആത്മപ്രശംസയ്ക്കിടമെന്തതിനാൽ ഓതിയില്ല ഞാൻ. സ്വാർജിതം പോലും അപരൻ കൈകൊണ്ടിടുകയെന്നിയേ സ്വാർജിതം പോലും അപരൻ കൈകൊണ്ടിടുകയെന്നിയേ സ്വാർജിതം സ്വന്തമായി ആർജിച്ചത് കൊണ്ട് ജീവിക്കാമെന്നല്ലാണ്ട് മറ്റുള്ളവൻ്റെ കഫം തിന്നരുത് എന്ന്. നാരായണ മന്ത്രം ജപിച്ചിട്ട് അന്യനിൽ നിന്ന് കാശ് വാങ്ങരുത്. എന്താ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിറ്റ് തിന്നരുത് എന്ന്. ദക്ഷിണ ചോദിച്ച് വാങ്ങരുത്. ദക്ഷിണ വാങ്ങിക്കോളൂ, ചോദിച്ച് വാങ്ങരുത്. അപ്പോൾ സ്വാർജിതം പോലും അവരൻ കൈകൊണ്ടിടുകയെന്നിയേ പാപപങ്കിലം മന്യൻ്റെ ധനം ആശിച്ചതില്ല ഞാൻ. പാപഭംഗിലമായി ആണ് മറ്റുള്ളവൻ്റെ ധനം ആഗ്രഹിച്ചാൽ എന്താണ്? അത് അവൻ്റെ പാപത്തെ നമ്മൾ സ്വീകരിക്കണം. നേരായ മാർഗത്തിൽ ധനം സമാഹരിച്ചവർ വളരെ കമ്മിയാണ്. അപ്പോൾ പാപഭംഗിലം മന്നറ്റേത ധനം ആശിച്ചതില്ല ഞാൻ. മഹിതാത്മാക്കളെ കാൺകിൽ എന്നും പണ്ടേ മുതൽക്കു ഞാൻ എണീറ്റുടൻ കൈവണങ്ങാതിരുന്നിട്ടില്ല ഒരിക്കലും. ഇതൊക്കെ നമുക്കുള്ളതാ. 8, 10, 12 വയസ്സിൽ ഇത്രയൊക്കെ പഠിച്ചാൽ നമ്മൾ കേമന്മാരാവും. മഹിതാത്മാക്കളെ കാൺകിൽ എന്നും പണ്ടേ മുതൽക്കു താൻ എണീറ്റുടൻ കൈവണങ്ങാതിരുന്നിട്ടില്ല ഒരിക്കലും. അതിൻ്റെ എല്ലാം ഫലമാണ് ഇന്നു സാധിച്ചത് ഈ വിധം. അതിൻ്റെ എല്ലാം ഫലമാണിന്ന് സാധിച്ചത് ഈ വിധം. അതാണ് സത്യം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിലുള്ളത് എനിക്ക് പാകമായി എന്ന് മാത്രം. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പട്ടാമ്പി അമ്പലം കൈവിട്ട് കൊടുക്കില്ല. അത്രയ്ക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് 73 ചോര ഇങ്ങനെ തളച്ച് നിൽക്കണ കാലത്ത്. പക്ഷേ അച്ഛനും ഇഷ്ടമല്ല. പിന്നെ പിതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞോ. അപ്പോൾ അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാതെ കണ്ടിരിക്കുക. അപ്പോൾ എന്തായി? അച്ഛൻ്റെ അനുഗ്രഹാശസ്സുകൾ നമ്മൾക്ക് കിട്ടേ. നേരെ മറിച്ച് അച്ഛന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ ഓഹോ ഇയാൾ കേമനാണല്ലോ, കുഴപ്പമില്ല, നല്ല കേമനല്ല, ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്, ഞാൻ ഒഴിവാക്കിയത് ഇയാൾ കയറി പിടിച്ചുവോ? എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1 രൂപയാണെങ്കിലും അച്ഛനമ്മമാരെ ഒഴിവാക്കിയത് നമ്മൾ സ്വീകരിക്കരുത്. അതുകൊണ്ട് മഹിതാത്മാക്കളെ കാൺകിൽ എന്നും പണ്ടേ മുതൽക്കു താൻ എണീറ്റുടൻ കൈവണങ്ങാതിരുന്നിട്ടില്ല ഒരിക്കലും. അതിൻ്റെ എല്ലാം ഫലമാണിന്നു സാധിച്ചത് ഈ വിധം. അന്യൻ്റെ മേന്മ കണ്ടിട്ടുള്ളിൽ അസൂയപ്പെട്ടിടാതെയും. പിന്നെയോ വേറൊരുത്തൻ നന്നായി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അസൂയ ഉണ്ടായിട്ടില്ല എന്നാ. ഉണ്ടാവാൻ പാടില്ല. അന്യൻ്റെ മേന്മ കണ്ട ഉള്ളിൽ അസൂയപ്പെട്ടിടാതെയും 10 ആൾ മുന്നിൽ പരഗുണം മോദിച്ചിടാതെയും. അതായത് 10 ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വേറൊരാളുടെ ഗുണത്തിനെ നമ്മൾ ദോഷമായിട്ട് പറയരുത്. 10 ആൾ മുന്നിൽ പരഗുണം മോദിച്ചിടാതെയും. പണത്തിനും പുകളിനും പരസ്യം ചെയ്തിടാതെയും. പണത്തിനും പുകളിനും പരസ്യം കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം.
പണത്തിനും പുകളിനും പരസ്യം ഇതാരുടെ ശ്ലോകം അറിയോ? ഇതാണ് ശരിക്ക് നമ്മുടെ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി, അദ്ദേഹത്തിൻ്റെയാണ്. കാരണം അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളെ പറ്റി പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്ഷേത്രാധികാരിയായിരിക്കുന്ന ആ ദേവനെ അപഹസിക്കണ കൂട്ടത്തിലാണ്. അപ്പോൾ പണത്തിനും പുകളിനും പരസ്യം ചെയ്തിടാതെയും പരന്മാർക്കാവതും ശല്യമെന്നു തോന്നിച്ചിടാതെയും. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമായിട്ട് തോന്നാൻ പാടില്ല. ഈശ്വരപ്രീതിയാർന്നിടാൻ ഓർത്തേ ജീവിച്ചു മണ്ണിൽ ഞാൻ. ഓരോ ശ്വാസനിശ്വാസം ഈശ്വരപ്രീതിയാർന്നിടാൻ ഓർത്തേ ജീവിച്ചു മണ്ണിൽ ഞാൻ. ഇന്ന് ഒരാൾ ഫേസ്ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്, നിവൃത്തിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എഴുതി ഇത്രയേ ഉള്ളൂ. ലൗകികത നേടാൻ വേണ്ടി ഈശ്വരനെ ഉപാസിക്കുന്നത് കർമ്മമാർഗം. കടമയാണ്, കടപ്പാടാണെന്ന് വിചാരിച്ച് ജീവിത സന്ധാരണം ചെയ്ത് നിഷ്കാമത്വത്തോടു കൂടി ഈശ്വര സേവ ചെയ്യുന്നത് നിവൃത്തി മാർഗം, പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ കർമ്മമാർഗം. ഇപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ പട്ടാമ്പിച്ചെറുക്ക നീയെ പ്രൊഫഷണലായിട്ട് പോണ്ട എന്ന് പറയാൻ കാരണം എന്താ? അത് നിവൃത്തി മാർഗമല്ല, പ്രവൃത്തി മാർഗ. ദമ്പടി ചോദിച്ചു പോരുത് എന്നർത്ഥം. ദമ്പടിയേക്കാൾ വലുതാണ് മനഃശാന്തി. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ആ ശാന്തി കിട്ടണമെങ്കിൽ നമ്മൾ ആരായാൽ മതി? നമ്മൾ സാത്വിക ഗുണനിധിയായാൽ മതി. അപ്പോൾ രജോ ഗുണനിധി ആയാലോ അശാന്തനായി, തമോ ഗുണനിധി ആയാലോ മൂഢനായി. അപ്പോൾ മൂഢത്വവും വേണ്ട, അശാന്തനാവണ്ട. ശാന്തിക്കോ സാത്വിക ഗുണം ഉണ്ടായാൽ മതി. അപ്പോൾ ഈശ്വരപ്രീതിയാർന്നിടാനോർത്തേ ജീവിച്ചു മണ്ണിൽ ഞാൻ. ഇതിൽ പരമായി എന്താം സാധിക്കേണ്ടതെന്തിനി? ഇതിനേക്കാൾ വലുതായിട്ടൊന്നും സാധിക്കാനില്ല. പ്രീതിജനകമായിട്ട്, മറ്റുള്ളവർക്ക് പ്രീതിജനകമായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. സന്ധ്യ വന്നിച്ചതും പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, ഈ 3 സന്ധ്യകളെ നമ്മൾ മാനിക്കണം. സന്ധ്യ വന്നിച്ചതും വേദാധ്യയനം ചെയ്തു പോന്നതും. വേദം എന്താണ്, ഉപനിഷത്ത് എന്താണ്, പുരാണങ്ങൾ എന്താണ്, ഇതിഹാസങ്ങൾ അധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? വായിച്ചിരിക്കണം എന്നാ, പഠിച്ചിരിക്കണം എന്നാ. അല്ലാണ്ട് കേട്ടാൽ മതി, വെറും കേട്ടാൽ പോരാ. ഒരാൾക്ക് ഭാഗവതം എന്താ പറയുക, സപ്താഹത്തിൽ 7 ദിവസം സൺറൈസ് സൺസെറ്റ് വരെ ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? വായിച്ച് പഠിക്കണം. എന്നിട്ട് നമ്മൾക്ക് സംശയം തോന്നും, അപ്പോൾ നമ്മൾക്ക് നിവാരണം ചെയ്യാം. സപ്താഹവേദിയിലുള്ള ആചാര്യനെ സ്വന്തമായിട്ട് കണ്ടിട്ട് ചോദിക്കാം, ഇതൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. അപ്പോൾ സന്ധ്യ വന്നിച്ചതും വേദാധ്യയനം ചെയ്തു പോകുന്നതും സൽഗ്രന്ഥപഠനത്തിങ്കൽ ആവോളം യത്നമാർന്നതും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഗ്രന്ഥപഠനങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, സദ്ഗ്രന്ഥപഠനങ്ങൾ. അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, 2 ഇതിഹാസങ്ങൾ, 108 ഉപനിഷത്തുകൾ, പുരാണങ്ങൾ. ഇത് വായിക്കാതെ കണ്ട് ഏതെങ്കിലും ഒരു നോവൽ വായിച്ചു, പുരാണത്തെ ആസ്പദമായിട്ട് നോവൽ വായിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം രാമായണ കർത്താവായ വാൽമീകിയെയും ഇതര പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും എഴുതിയിട്ടുള്ള വ്യാസരെയും കോമ്പീറ്റ് ചെയ്യാൻ മനുഷ്യന് സാധിക്കില്ല. കാരണം ഈ പറഞ്ഞ പ്രതിനിധികളൊക്കെ ദൈവിക പരിവേഷത്തിൽ ജനിച്ചിട്ടുള്ളതാണ് അംശം. നമ്മളും അതെ, പക്ഷെ നമ്മൾ അതിൽ വളരെ വ്യത്യാസമുണ്ട് പഠനശൈലി. അപ്പോൾ ഭക്തി കീർത്തന മാധുര്യം അളവറ്റ ആസ്വദിച്ചതും, അളവറ്റ് ലിമിറ്റ്ലെസ്ന ഭക്തി കീർത്തന മാധുര്യം അളവറ്റ ആസ്വദിച്ചതും, പുണ്യസ്ഥലം പൂകിയതും, പുരാണങ്ങൾ നുകർന്നതും. പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം, മനസ്സിലായില്ലേ? പലേ സച്ചരിതന്മാർ തൻ മുമ്പിൽ വീണു നമിച്ചതും,
പല സച്ചരിതന്മാർ നല്ല കാര്യങ്ങൾ ചെയ്ത് വഴക്കമുള്ള സജ്ജനങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ വീണ് നമസ്കരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബ്രഹ്മചര്യം അനുഷ്ഠിപ്പാൻ ആദ്യമേ ഞാൻ കിണഞ്ഞതും. അതായത് ഈ കുറുക്കന് മുന്തിരിങ്ങ പുളിക്കും പറഞ്ഞ മാതിരി 50 വയസ്സ് വരെ പെണ്ണിനെ കിട്ടാത്തത് കാരണം ഇനി ഞാൻ കല്യാണം കഴിക്കണില്ല എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. പിന്നെയോ അതിൻ്റെ 2 വശങ്ങളുണ്ട്. എന്താ 2 വശങ്ങൾ? വിട്ടുവീഴ്ച ചെയ്യാത്തവൻ കല്യാണത്തിന് പുറപ്പെടരുത്. മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സാധിക്കാത്തവൻ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ ഇതിന് രണ്ടിനും സന്നദ്ധനായാൽ മാത്രമേ ജീവിതം നന്നാവൂ. അതുകൊണ്ട് ക്ഷമാശീലിക്കുവാൻ മിണ്ടാതെ എത്രയോ ദുഃഖമാർന്നതും. ഞാൻ വളരെ ദുഃഖിച്ചിട്ടുണ്ട് ക്ഷമ കൊണ്ട്. കാരണം ക്ഷമശീലിക്കുവാൻ മിണ്ടാതെ എത്രയോ ദുഃഖമാർന്നതും കോപിച്ചു പോകിൽ വല്ലാത്ത പശ്ചാത്താപമിയെന്നതും. കോപിച്ചു പോകിൽ, സംഗതി വശാൽ ഞാൻ കോപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്. പശ്ചാത്താപം ഈസ് ദി ബെസ്റ്റ് എന്താ പറയുക തിങ്, അതായത് പരിഹാരം, എന്താ പറയുക പ്രായച്ചിത്തം എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. അത് അവരവർ ചെയ്താൽ മതി. അതിന് വേറൊരാൾ വേണ്ട. വേറൊരാൾ, ഒരു നമ്പൂരിയോ ഒരു പോറ്റിയോ ഒരു പൂജകനോ വേർപാട് ചെയ്ത് ശരിയോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഗണികൻ അതിൻ്റെ ആവശ്യമില്ല. അവരവർക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. കോപിച്ചു പോകിൽ വല്ലാത്ത പശ്ചാത്താപമിയെന്നതും നിർവൈരഭാവം പാലിപ്പാൻ പലതും സന്ധ്യജിച്ചതും. നിർവൈരഭാവം, വൈരമില്ലാതെ കണ്ടിരിക്കാൻ ഞാൻ പലതും ത്യാഗം ചെയ്തിട്ടുണ്ടെന്നാണ്. അതാണ് ഈ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ നാരായവേര്. മനസ്സിലായില്ലേ? സർവം സഫലമായി തന്നെ വന്നു കാരുണ്യവാരിധി കടാക്ഷലേശമൊന്നിൽ അലയിച്ചിടുക കാരണം. സർവം സഫലമായി വരാൻ കാരണം എന്താ? കാരുണ്യവാരിധിയുടെ കടാക്ഷലേശം ഒന്ന് എന്നിൽ ലയിച്ചിടുക കാരണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണ്ടേ, ഇതിനൊരു പ്രവൃത്തി മാർഗമില്ല. ജന്മാന്തരേ ലഭേ പുണ്യം വർദ്ധിച്ച് 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 വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിന് അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന് ഓഹോ ഇയാൾ ടാർഗറ്റിൻ്റെ മീതിയായില്ലോ, ഇയാൾക്ക് കുറച്ചൊരു കൃപാലേശം കൊടുക്കുക. ബസ് ഭഗവാന് തോന്നിയിട്ട് തന്നാൽ അത് ചോദിച്ച് വാങ്ങരുത്. എനിക്ക് അത് വേണം ഇത് വേണം ചോദിച്ചാൽ മൈനസായി. ഞാനിത് വായിച്ച് പഠിക്കുക കാരണം ഇതിൽ പറഞ്ഞ മാതിരി പലതും സന്ധിച്ചിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊക്കെ ഉള്ളുന്ന ഒരാൾ പുഞ്ചിരിക്കുന്നുണ്ടാവും. ഓഹോ ഹീസ് ഇൻ ദി റൈറ്റ് ട്രാക്ക് എന്ന് പറയും. ഒന്നും ആഗ്രഹിക്കാതെ കൊണ്ട് വരില്ല ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഓർമ്മ പോലും, അയ്യോ ഭഗവാനോട് ഇത് ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ശരി സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ഭഗവാനൊന്ന് ചിരിക്കും. ഇങ്ങനെ ചിരിച്ച് അവശനാവും ഭഗവാൻ. കാരണം നമ്മുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. അപ്പോൾ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭഗവാന് തോന്നും ഇയാൾക്ക് കുറച്ച് കൃപാലേശം കൊടുത്തതാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ മൂത്ത കുട്ടി നാരായണി, അവൾ PhD ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ വെറുതെ നാട്ടിലിട്ട് തിരിച്ചു. ഒരു 5 കൊല്ലം. എന്താ കാരണം? എനിക്ക് ചെറുതായിട്ടൊരു മമത ഉണ്ടായി. നല്ലൊരു വീട്, ഇത് കേടുവന്ന് പോകണ്ട. നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ പിറ്റേ കാലശേഷം അവൾക്ക് താമസിക്കാം. മൂപ്പര് സമ്മതിച്ചില്ല. അപ്പോൾ എനിക്കിൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ ഗുരു. അപ്പോൾ ഞാൻ പിന്നെ അവളുടെ കാര്യത്തിൽ ഒന്നും പറയാതെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കാള് വരണു, ഗൾഫിൽ പോണു. അപ്പം ഇതൊക്കെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ കടാക്ഷലേശം എന്നിൽ ലയിച്ചിടുക കാരണം അത്യന്ത ദുഷ്ടനാം കംസൻ പോലും ഇന്ന് ആത്മമിത്രമായി. കംസൻ
എനിക്ക് ഒരു ഭക്തിയുള്ള ഒരാളുടെ ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ഞാൻ ഭക്തിയുള്ളവനാണ് എന്ന് കംസന് തോന്നിച്ച ആ മഹാപ്രഭുവിൻ്റെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിക്കാണ്ട് നിവൃത്തിയില്ല. ഭഗവാനെ കാണാൻ ഇല്ലേ ഓരോരുത്തർ 1000 റുപ്യ നെയ്ച്ചിട്ടൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അവിടെ കംസൻ ഉദ്ധവരെ ആളെ അയച്ചു വരുത്തേ. നമ്മുടെ ഒരു പ്രായമായിട്ടൊരാൾ താടി നിലയ്ക്കായിട്ടുണ്ടായിരുന്നല്ലോ, എപ്പോഴും പിന്നെ ഭസ്മക്കുറയൊക്കെ ഇട്ടിട്ട് രാമകൃഷ്ണ എന്ന് ഉറക്കെ പറയില്ല, പറയാൻ പാടില്ല, ഇയാൾ കേട്ടാൽ തല കുയ്യും. അപ്പം മനസ്സിൽ പറയുന്നുണ്ട് എന്തോ ചുണ്ടനക്കനുണ്ട്. അത് നമ്മുടെ മന്ത്രി വിളിച്ചുകൊണ്ടിരൂ. അക്രൂര, ഒരു കാര്യമുണ്ട്, നാളെ തന്നെ നന്ദഗോപരുടെ 2 മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ധനുര്യാഗം എന്ന പേരിൽ. അത് ഞാൻ തന്നോട് പറയാം, എന്തിനാ കൊണ്ടുവന്നിട്ടുണ്ടോ? കുവലയാഭികടത്തിനെ കൊണ്ട് തട്ടിക്കണം, ഫുട്ബോൾ കളിക്കണം, കൊടുത്താൽ അവരുടെ 2 ആളുടെയും തല തട്ടിക്കണം. തന്നെയൊന്നും ബാധിക്കുന്നില്ല. അത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്ന ഞാൻ അനുഭവിച്ചോളാം. ഇപ്പം എന്തായി? അപ്പോൾ ഭക്തന്മാരെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത് ആരാ? ഭഗവാന്റെ ഏറ്റവും വലിയ ശിങ്കിടിയായിരിക്കുന്നത് നാരദർ അല്ലേ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അത്യന്ത ദുഷ്ടനാം കംസൻ പോലും ഇന്ന് ആത്മമിത്രമായി അയച്ചാൻ അളിവർണ്ണൻ്റെ അരികത്തന്നെ അത്ഭുതം. ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണാൻ ഫ്രീ പാസ് തന്നിട്ട് അയച്ചാൻ അത്ഭുതം. അല്ലെങ്കിൽ ഇന്നും അയാൾ തൻ മണിമാളികയിങ്കൽ ഞാൻ മനസ്സാക്ഷിയെ വഞ്ചിച്ചു തന്നെ വാഴേണ്ടതായി വരും അല്ലേ? മൂപ്പരെ കാണുമ്പോൾ റാൻ എന്ന് പറയണം. അടിയൻ. ആഹാരമൊക്കെ നല്ലത് കിട്ടും, പക്ഷെ ശുദ്ധാഹാരമല്ല. ശുദ്ധാഹാരം എന്ന് പറഞ്ഞാൽ ഈശ്വരന് നിവേദിച്ചാൽ മാത്രമേ ശുദ്ധാഹാരമാവും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കണോ അത് ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞ് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ വളച്ചിട്ട് കഴിച്ചാൽ അത് പ്രസാദമായി. അത് എല്ലാറ്റിലും ഈ ഉത്തമം മധ്യമം മധമം എന്നുള്ളത് നോക്കും വേണം. അപ്പോൾ ഉത്തമമായ ആഹാരമേ കഴിക്കാവൂ. ഞാൻ കുറേശ്ശെ അത് ശരിയല്ല, അത് ഉത്തമല്ല, അത് അധമാ. കുറച്ച് മത്സ്യമാംസം അത് വേണ്ടേ? അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് നല്ല പച്ചക്കറികളുണ്ടല്ലോ. കാരണം ഭഗവാൻ മത്സ്യാവതാരമായിട്ട് സ്വീകരിച്ചു, ആമയായി അല്ലെങ്കിൽ പന്നിയായി. അത് വിചാരിച്ച് നമ്മൾ മത്സ്യം തിന്നണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ജീവനുള്ള ജീവികളെ കൊന്നു തിന്നരുതെന്നാണ് പറഞ്ഞ. അപ്പോൾ മനസ്സാക്ഷിയെ വഞ്ചിച്ചു തന്നെ വാഴേണ്ടതായി വരും. അതിങ്കൽ നിന്ന് രക്ഷിച്ചാൻ അപാര കരുണാംഭുതി. ഇവിടെ വന്നപ്പോഴേക്കും അപാരം ലിമിറ്റ്ലെസ് എന്നായി. മറ്റുള്ള സ്ഥലത്തൊക്കെ വന്നു കാരുണ്യവാരിധി കടാക്ഷലേശം എന്നാ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു അപാര കരുണാനിധി. അങ്ങനെയാണ് ഭഗവാനെ ഉള്ളിലോട്ട് നമ്മൾ തെരഞ്ഞെത്തിയാൽ പിന്നെ മൂപ്പരാരാ? അപാര കരുണാംബുധി. കംസൻ്റെ ബാധയുണ്ടാവില്ലെന്നും ആൾ തന്നെ മാറി ഞാൻ. ഇപ്പം എനിക്ക് പേടിയില്ല എന്നാണ് പറഞ്ഞത്. ഈശ്വരനെ കണ്ടുവോ? ഇല്ല, ഈശ്വരനെ കാണാൻ പോണേ ഉള്ളൂ. ഭഗവാനെ കാണാൻ പോകുമ്പോഴേക്കും മനസ്സ് മാറി. ഇതുവരെ ഞാൻ കംസനെ ഭയന്നിട്ടായിരുന്നു വരുന്നത്. ഇപ്പം എനിക്ക് ഭയമില്ല. കംസൻ്റെ അപ്പോൾ പറഞ്ഞു, അതെ, കംസൻ്റെ ബാധയുണ്ടാവില്ല എന്നും ആൾ തന്നെ മാറി ഞാൻ. മുമ്പിതേവരെ ഉണ്ടായ വെറും ജന്മം മുഴുക്കയും. ഇതുവരെയും പാഴ്ജന്മമായിരുന്നു, ഇപ്പോൾ പാഴ്ജന്മല്ല. ഇപ്പം എൻ്റെ ജന്മത്തിനൊരു ഉത്തരവാദിത്തമായി. എന്താ? ഞാൻ ഭഗവാനെ കാണാൻ പോവാണ്. അപ്പോൾ വെറും ജന്മം മുഴുക്കയും മുതലായി ഈ മുകുന്ദൻ്റെ മുഖപങ്കജ ദർശനം. ഭഗവാന്റെ ഓമന മുഖം കാണുക ലഭിച്ചിടുകിൽ ഇന്ന് എല്ലാം പരമാനന്ദ കാരണം. അപ്പോൾ ദൃശ്യവിരുന്നല്ല, അദൃശ്യമായിരിക്കുന്ന നിരാകാര സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ചൈതന്യവത്തായിരിക്കുന്ന ഭഗവാന് നമ്മൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കണം. എവിടെ? മനസ്സിൽ. ഒരു ശില്പി നമ്മൾ തന്നെയാണ് ശില്പി, പെയിൻറ്റർ നമ്മൾ തന്നെ, കണ്ണ് മിഴിപ്പിക്കണം നമ്മൾ തന്നെ അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ.
അപ്പോൾ പ്രാപ്യസ്ഥാനം മണഞ്ഞോൻ്റെ അപ്പോൾ അപ്പോൾ ഇവിടെ പറഞ്ഞു വെറും ജന്മം മുഴുക്കെയും മുതലായി ഈ മുകുന്ദൻ്റെ മുഖപങ്കജം, അതായത് എൻ്റെ ജന്മം ഇപ്പോൾ മുതലായി എന്ന് പറഞ്ഞെന്തായി അർത്ഥവത്തായി. കാരണം എന്താ, മുകുന്ദൻ്റെ മുഖപങ്കജ ദർശനം ലഭിച്ചിടുകിൽ എല്ലാം പരമാനന്ദ കാരണം പ്രാപ്യസ്ഥാനം മണഞ്ഞോൻ്റെ യാത്രാക്ലേശങ്ങൾ പോലവേ. ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ഞാനും ക്യൂ നിന്നിട്ടുണ്ട് ഒരു കാലത്ത്, 2 കുട്ടികളെയൊക്കെ പിടിച്ചിട്ട്. പക്ഷെ അവിടെ അങ്ങോട്ട് എത്തി വിരി വെച്ച് മലന്ന് കിടന്നാൽ എല്ലാ ക്ഷീണും മാറി. അവിടെ എത്തണവരെ ക്ലേശം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഓവർ. അപ്പോൾ പ്രാപ്യസ്ഥാനം മണഞ്ഞോൻ്റെ യാത്രാ ക്ലേശങ്ങൾ പോലവേ എത്രയോ ജന്മങ്ങൾ മുതൽക്ക് ഈശ്വര ദർശനം കൊതിച്ചുകൊണ്ടേ പോരും ഞാൻ ഒരേതോ പുണ്യജീവനാം. എല്ലാ ജന്മത്തിലും ഞാൻ ഈശ്വരനെ പ്രാപിക്കണം എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്നതാണ്. അതാണ് ജന്മാന്തരെ പുണ്യമാകുമ്പോഴാണ് കൃപാലേശം ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോ അതിനൊരു ബേസ് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൺവിൻസ് ആവാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയൂല, 100% ഉറപ്പാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഇവിടെ നിർത്താം. അതായത് കൊതിച്ചുകൊണ്ടേ പോരും ഞാൻ ഒരു ഏതോ പുണ്യജീവനാം. എല്ലാവരും പുണ്യജീവന്മാരായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ അതിനുണ്ടാവട്ടെ എന്നുകൂടി ചേർത്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.